മരുഭൂവിന്റെ ചൂടിൽ വർഷങ്ങളുടെ അധ്വാനത്തിന്റെ കൂലിയുമായി ഉറ്റവരുടെ സുരക്ഷയിലേക്കാണ് ഓരോ പ്രവാസിയും വന്നിറങ്ങുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ സുരക്ഷാ പരിശോധന യാത്രക്കാരന് സുരക്ഷിതമല്ല. എക്സ്റേ പരിശോധന കഴിയുമ്പോഴേക്കും ബാഗിലുള്ള പലതും കാണാതാകും. ഏറ്റവും ഒടുവിലത്തെ അനുഭവസ്ഥനിതാ. മൊബൈലാണ് പോയത്. മൊബൈലിൽ നമ്മൾ തിരിഞ്ഞ് പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ബാഗിലിട്ടെന്ന് വെച്ച് ബാഗിൽ നോക്കി ബാഗ് കാണുന്നില്ല. അബ്ദുൽ മുത്തലിബിന്റേതടക്കം ഒരു മാസത്തിനിടെ ഇത്തരത്തിലുള്ള 4 പരാതികളാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. മൊബൈൽ ഫോൺ, വാച്ച്, ആഭരണങ്ങൾ തുടങ്ങിയവയാണ് നഷ്ടമാകുന്നത്. വിമാനത്താവളത്തിലെ എയ്ഡ് പോസ്റ്റിൽ പരാതി കൊടുക്കാൻ സംവിധാനമില്ല. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെല്ലണം. ഇതുകൊണ്ട് തന്നെ മിക്കവരും പരാതി നൽകാതെ മടങ്ങുകയാണ് പതിവ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഭാഗത്തെ CCTV പരിശോധിക്കുമ്പോൾ വ്യക്തമല്ലാത്ത ദൃശ്യമാണ് ലഭിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കുന്നില്ലെന്നും പോലീസിന് പരാതിയുണ്ട്. മൊബൈൽ ഫോണും വാച്ചുമെല്ലാം വീട്ടുകാർക്ക് വാഗ്ദാനം ചെയ്തവർ ഇനി കരിപ്പൂരിൽ വിമാനമിറങ്ങരുത്. കാരണം പെട്ടിപ്പൊട്ടിക്കുമ്പോൾ അതെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ക്യാമറമാൻ PT മിട്ടനൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. റിയാസ് ഹസനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. എക്സ്റേ പരിശോധനയ്ക്കായി ഭാര്യയുടെ വാച്ച് ഊരി നൽകാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു. പിന്നെ വാച്ച് തിരികെ കിട്ടിയിട്ടില്ല. വൈഫ് ബാഗ് എടുക്കാൻ നോക്കിയപ്പം ബാഗിൻ്റെ ഫ്ലാപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവളത് ക്ലോസ് ചെയ്തിട്ട് ബാഗ് എടുത്തു. ഞങ്ങൾ മറ്റേ മെയിൻ ബാഗ് എടുക്കാൻ പോയി. അപ്പം മെയിൻ ബാഗിൻ്റെ അവിടെ എത്തി ബാഗ് തുറന്ന് വാച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് വാച്ച് ഇല്ലായിരുന്നു അതിൽ. അപ്പോൾ ആരോ ആ സമയത്തിൽ ആ ഒരു 2 മിനിറ്റിൽ ആരോ വാച്ച് എടുത്തു ബാഗിൽ നിന്നും. റിയാസ് ഹസന്റെ പരാതി പ്രകാരം കരിപ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിഹാദ് എയർലൈൻസിലും ഇതിനെപ്പറ്റി പറഞ്ഞ് അവർ ആ മാനേജറോട്. അപ്പോൾ ആ മാനേജറും പറഞ്ഞു അവർക്ക് ആ ഏരിയയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്കും ഇതേമാതിരി പല കംപ്ലയിൻസും സാധനങ്ങൾ മിസ് ചെയ്യുന്ന പല കംപ്ലയിൻസും മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള തനിക്ക് ഇത്തരം അനുഭവം ആദ്യമാണെന്ന് റിയാസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.